ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 4th ചാപ്റ്ററായ പ്രണമ്യോ ദേശഭക്തോ അയം ഗോപബന്ധുർ മഹാമനാഹ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. അതോ ലിഖിതാനാം പ്രശ്നാനാം ഏകപദേന ഉത്തരം ലിഖത. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി 1 വേർഡിൽ ആൻസർ എഴുതുക. നോക്കാം. സമാജ് ദിനപത്രികായാഹ പ്രതിഷ്ഠാത കഹ. സമാജ് എന്ന ഡെയിലി ന്യൂസ് പേപ്പറിൻ്റെ സ്ഥാപകൻ ആരാണ്? ഗോപബന്ധു. ഗോപബന്ധുഹു. ഗോപബന്ധുഹു കസ്മൈ സ്വഭോജനം ദത്വാൻ. ഗോപബന്ധു ആർക്കാണ് സ്വന്തം ആഹാരം നൽകിയത്? ആർക്കായിട്ടാ? യാചകന്, ഭിക്ഷുക്കായ. മരണാസന്നഹ കഹ ആസേത്. മരണത്തോടടുത്ത് നിന്നത് ആരായിരുന്നു? ഗോപബന്ധുവിൻ്റെ മകൻ. ഗോപബന്ധുഹു പുത്രഃ. ഗോപബന്ധുഹു കേനുപാധീന സമ്മാനിതഃ ഭവത്. ഗോപബന്ധു ഏത് പദവിയാലാണ് ആദരിക്കപ്പെട്ടത്? ഉത്കലമണി. ഉത്കലമണിഹി. ഗോപബന്ധുഹു കതി വർഷാണി കാരാവാസം പ്രാപ്തവാൻ. ഗോപബന്ധുവിന് എത്ര വർഷത്തെ കാരാവാസമാണ്, അതായത് തടവു ശിക്ഷയാണ് ലഭിച്ചത്? 2 വർഷം. വർഷദ്വയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏകവാക്യേന ഉത്തരം ലിഖത്. 1 സെന്റൻസിൽ ആൻസർ എഴുതുക. ഗോപബന്ധുഹു കിമർത്ഥം അശ്രുപൂർണനയനഃ ഭവത്. ഗോപബന്ധുവിൻ്റെ കണ്ണുകൾ എന്തുകൊണ്ടാണ് നിറഞ്ഞത്? ഭിക്ഷുകസ്യ ക്രന്ദനധ്വനിം ശ്രുത്വാ ഗോപബന്ധുഹു അശ്രുപൂർണനയനഃ അഭവത്. യാചകന്റെ കരച്ചിൽ ശബ്ദം കേട്ടിട്ടാണ് ഗോപബന്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത്. കീദൃശം പുത്രം വിഹായ ഗോപബന്ധുഹു സമാജസേവാം അകരോത്. എത്തരത്തിലുള്ള മകനെ വിട്ടിട്ടാണ് ഗോപബന്ധു സമാജസേവ ചെയ്തത്? മരണാസന്നം പുത്രം വിഹായ ഗോപബന്ധുഹു സമാജസേവാം അകരോത്. മരണത്തോടടുത്ത് നിന്ന മകനെ വിട്ടിട്ടാണ് ഗോപബന്ധു സമാജസേവ ചെയ്തത്. ഗോപബന്ധുഹു കൃതേ ഉത്കലമണിഃ ഇതി ഉപാധിഃ കിമർത്ഥം പ്രദത്തഃ. ഗോപബന്ധുവിന് ഉത്കലമണി എന്ന പദവി എന്തുകൊണ്ടാണ് നൽകിയത്? സമാജസേവായായി ദേശസേവായായി ച തസ്യ അസീമം ത്യാഗമനുഭവൻ ഗോപബന്ധോഃ കൃതേ ഉത്കലമണിഃ ഇതി ഉപാധിഃ പ്രദത്തഃ. സമാജസേവയും ദേശസേവയും അദ്ദേഹത്തിൻ്റെ അനന്തമായ ത്യാഗവും അറിഞ്ഞുകൊണ്ടാണ് ഗോപബന്ധുവിന് ഉത്കലമണി എന്ന പദവി നൽകിയത്. അടുത്ത ചോദ്യം നോക്കാം. ഗോപബന്ധുഹു കുത്ര ജന്മ ലബ്ധ്വാൻ. ഗോപബന്ധു എവിടെയാണ് ജനിച്ചത്? ഗോപബന്ധുഹു ഒഡീഷ രാജ്യസ്യ പുരിജനപദസ്യ സാക്ഷിഗോപാല സമീപേ സുവാണ്ടോ ഗ്രാമേ ജന്മ ലബ്ധ്വാൻ. ഗോപബന്ധു ഒഡീഷ സ്റ്റേറ്റിൽ പുരി എന്ന ജില്ലയിൽ സാക്ഷിഗോപാലിൻ്റെ അടുത്ത് സുവാണ്ടോ ഗ്രാമത്തിലാണ് ജനിച്ചത്. ഗോപബന്ധുഹു സർവദാ കേഷാം ഉപയോഗം കൃത്വാൻ. ഗോപബന്ധു എപ്പോഴും എന്തിൻ്റെ ഉപയോഗമാണ് ചെയ്തിരുന്നത്? എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഗോപബന്ധുഹു സർവദാ സ്വദേശസ്യ ഏവ വസ്ത്രാണാം വസ്തൂനാം ച ഉപയോഗം കൃത്വാൻ. ഗോപബന്ധു എപ്പോഴും സ്വദേശി വസ്ത്രങ്ങളും വസ്തുക്കളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കോഷ്ടകെ ദത്താനി പദാനി ഉപയുജ്യ വാക്യാനി രചയത്. ബോക്സിനകത്ത് തന്നിരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. സേവാം. എങ്ങനെ സെൻറ്റൻസ് വരിക? ഗോപബന്ധുഹു ജനാനാം സേവാം അക്രോത്. ഗോപബന്ധു ജനങ്ങളെ സേവിച്ചു. സുസ്വാദൂനി. തസ്മൈ സുസ്വാദൂനി വ്യഞ്ജനാനി പരിവേഷിതാനി. അദ്ദേഹത്തിന് രുചികരമായ വിഭവങ്ങൾ വിളമ്പി. സഹായതാം. സഹ പീഡിതാനാം സഹായതാം അക്രോത്. അദ്ദേഹം പീഡിതരെ സഹായിച്ചു. സ്വദേശ വസ്ത്രാണി. അപ്പോൾ എങ്ങനെ ഒരു സെൻറ്റൻസ് വരിക? ഗോപബന്ധുഹു സ്വമിത്രായ സ്വദേശ വസ്ത്രാണി യച്ഛതി സ്മ. ഗോപബന്ധു തൻ്റെ സുഹൃത്തിന് സ്വദേശി വസ്ത്രങ്ങൾ നൽകുമായിരുന്നു. അന്യതമഃ. അതുകൊണ്ട് എന്താ ഒരു സെൻറ്റൻസ് വരിക? ഗോപബന്ധുഹു
अन्यतमः स्वतन्त्रता संग्रामी आसीत्. ഗോപബന്ധു ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ചിത്രം ദൃഷ്ട്വാ പഞ്ചവാക്യാനി രചയത. ചിത്രം നോക്കി 5 സെൻറ്റൻസ് ഉണ്ടാക്കുക. നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കാണിച്ചിട്ടുണ്ട്, ഗോപബന്ധുവിനെയും കാണിച്ചിട്ടുണ്ട്, പിന്നെ മരങ്ങളും മേഘങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്കൊരു 5 സെൻറ്റൻസ് ഉണ്ടാക്കാം. നോക്കിയാലോ. ഇതം ചികിത്സാലയസ്യ ദൃശ്യം അസ്തി. ഇത് ഹോസ്പിറ്റലിൻ്റെ ദൃശ്യമാണ്, പിക്ചറാണ്. ഗോപബന്ധു പീഡിതസ്യ സഹായതാം കരോതി. ഗോപബന്ധു രോഗിയെ സഹായിക്കുന്നു. തൗ ചികിത്സാലയം ഗച്ഛതഃ. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അസ്മിൻ ചിത്രേ മേഘാഹ സന്തി. ഈ ചിത്രത്തിൽ ക്ലൗഡ്സ് ഉണ്ട്, മേഘങ്ങളുണ്ട്. അസ്മിൻ ചിത്രേ വൃക്ഷാഹ സന്തി. ഈ ചിത്രത്തിൽ മരങ്ങളുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. സമുചിതേന പദേന ശ്ലോകം പൂരയത്ത്. കറക്റ്റായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് ഈ ശ്ലോകം പൂരിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എടുത്ത് ഞാൻ പറയുന്നില്ല. ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, പോയി കാണുക. ഓക്കെ. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക, പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. സ്വദേശഭൂമൗ മമ ലീയതാം തനുഃ ഉത്കലമണിരിത്യാഖ്യാഃ. ഉത്കലമണി ഇത്യാഖ്യാഃ പ്രസിദ്ധോ ലോകസേവകഃ. സ്വദേശലോകസ്തദനു പ്രയാന്തുനു സ്വരാജ്യമാർഗേ യദി ഗർത്തമാലിക. മമാസ്തി മാംസൈഃ പരിപൂരിതാസ്തു സാ. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം ക്രിയാപദം സ്ത്രീലിംഗേ പരിവർത്തയത്. ഉദാഹരണം അനുസരിച്ച് ക്രിയാപദം സ്ത്രീലിംഗത്തിൽ ചേഞ്ച് ചെയ്ത് എഴുതുക. ഗത്വാൻ ഗതവതി, പ്രാപ്ത്വാൻ പ്രാപ്തവതി, ഉപവിഷ്ടവാൻ ഉപവിഷ്ടവതി, ഭുക്ത്വാൻ ഭുക്തവതി, കൃത്വാൻ കൃതവതി, ഗൃഹീത്വാൻ ഗൃഹീതവതി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സമുചിതേന പദേന സഹ സ്തംഭ്യോ മേലയത്ത്. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്യേണ്ടത്. നോക്കാം. സമാജഃ ദിനപത്രിക. മമാസ്തി മാംസൈഃ, മമ അസ്തി മാംസൈഃ പരിപൂരിതാസ്തു. ഉത്കലമണിഃ ഗോപബന്ധുഃ. ആം ആം ഇതി ക്രന്ദനധ്വനിഃ. സുസ്വാദൂനി വ്യഞ്ജനാനി. അടുത്ത ചോദ്യം നോക്കാം. ഘടനാക്രമേണ വാക്യാനി പുനഃ ലിഖത. അതായത് നടന്ന ഇൻസിഡൻ്റ് അനുസരിച്ച് സെൻറ്റൻസ് ഒന്നുകൂടി എടുത്ത് എഴുതുക. ഇവിടെ ഇപ്പോൾ ഷഫളായിട്ടാണ് കിടക്കുന്ന സെൻറ്റൻസൊക്കെ. അതായത് നടന്ന സംഭവങ്ങളൊക്കെ അത് കറക്റ്റ് ഓർഡറിൽ എടുത്ത് എഴുതുക. ആദ്യം എന്താ നടന്നേ? അതിഥയോ ഹസ്തപാദം ശാലയിത്വാ ആസനേഷു ഉപവിഷ്ടവന്തഃ. അതിഥികൾ കൈയും കാലും കഴുകിയിട്ട് ആസനസ്ഥരായി, അതായത് ഇരിപ്പിടത്തിൽ ഇരുന്നു. പിന്നെന്താ സംഭവിച്ചേ? ദിനത്രയാത് കിമപ്പി ന ഭുക്തം. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആര് വരുന്നേ? യാചകൻ വരുന്നേ. എന്നിട്ട് യാചകൻ പറഞ്ഞ സെൻറ്റൻസ് ആണ് ദിനത്രയാത് കിമപ്പി ന ഭുക്തം. 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അടുത്ത എന്താ? ഗോപബന്ധു അശ്രുപൂർണ്ണ നയനോ അഭവത്. ഇത് കേട്ട ഗോപബന്ധുവിൻ്റെ കണ്ണുകൾ കണ്ണീരാൽ നിറഞ്ഞു. ഇപ്പോൾ എന്താ വരിക? ഗോപബന്ധു അശ്രുപൂർണ്ണ നയനോ അഭവത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചേ? ഭിക്ഷുകശ്ച തത് ഭോജിത്വാൻ. എന്നിട്ട് സങ്കടമായിട്ട് എന്ത് ചെയ്തു? ഗോപബന്ധു അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന കഴിക്കാനായിട്ട് വെച്ചിരുന്ന ഫുഡ് എടുത്ത് വെളി കൊണ്ടുവന്ന് യാചകനെയും കഴിപ്പിച്ചു. ഭിക്ഷുകശ്ച തത് ഭോജിത്വാൻ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചേ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനന്തമായ സേവാഭാവം കണ്ട് പ്രഫുല്ലചന്ദ്രരായ ഗോപബന്ധുവിന് ഉത്കലമണി എന്ന പദവി കൊണ്ട് ആദരിച്ചു. പ്രഫുല്ലചന്ദ്രരായ ഗോപബന്ധും ഉത്കലമണി ഇതി ഉപാധീന സമ്മാനിത്വാൻ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ
എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.